അഭിലാഷൻ എന്നോട്ടൊരു പാട്ട് പാടാനുണ്ടെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരുടെ പണി അത്ര എളുപ്പമല്ലാന്ന് മനസ്സിലായി. ഈ കടുകട്ടി മലയാളം ഈ റോഡ് സൈഡിൽ വെയിലത്തും ഇതിലേക്ക് നിന്ന് സംസാരിക്കുന്നത് ടിവിയിലൂടെ ഇരുന്ന് കണ്ട എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തപ്പം അത്യാവശ്യം കറക്റ്റ് ലൈവ് ലൊക്കേഷൻസിൽ വെച്ചൊക്കെ തന്നെയാണ് ഏകദേശം അത് ഷൂട്ട് ചെയ്തേക്കണേ. അപ്പം അതിന്റെ ഒരു ഡിഫിക്കൽട്ടി മനസ്സിലായി. പ്ലസ് ഈ സിനിമ അത്രയും സീരിയസ് ആയ ഒരു സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഒരു വലിയ ടീം, വലിയ കാസ്റ്റ്, ഒരുപാട് ക്രൂ ഉള്ള ഒരു സിനിമ വർക്ക് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. മനസ്സിലാക്കിയ ചോദ്യം ആക്കി ചോദിച്ചാണോ? അത് അഭിലാഷേണ് മറ്റേ രാവിലെ സ്ക്രിപ്റ്റ് വരുന്ന ടൈപ്പ് ഒരു തിരക്കഥാകൃത്താണ്. അപ്പം എനിക്ക് തലേദിവസം തന്നിരുന്നു സ്ക്രിപ്റ്റ്. പക്ഷെ രാവിലെ ഞാൻ അത് പഠിച്ചിട്ട് പോയപ്പം വിഷ്ണു ചേട്ടൻ പറഞ്ഞു, അയ്യോ പറഞ്ഞു ഇതാണോ പഠിച്ചത്, ഇത് നമ്മൾ കട്ട് ചെയ്താണ്, ഇതിന്റെ ബാക്കിൽ വേറെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അത് വായിച്ചപ്പോഴാണ് മറ്റേ എന്തായിരുന്നു, കാപട്യം നിറഞ്ഞ അധികാര നിയമ രാഷ്ട്രീയത്തിന്റെ വികൃതമായ മുഖത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനത്തെയൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ഓർക്കും. കാരണം അന്ന് ഞാൻ മറ്റേ ഇവർക്ക് ഒരു 20 മിനിറ്റ് എങ്ങാണ്ട് അവിടെ പെർമിഷൻ ഉള്ളൂ. അത് അപ്പൊ തന്നെ ഷൂട്ട് വേഗം വേഗം സമയം. ഈ മനുഷ്യൻ അവിടെ കാണാനില്ല, ഇടയ്ക്കെങ്ങാണ്ട് ആ വഴി പോയി. അപ്പൊ അതിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് പഠിച്ചാണ്, എളുപ്പമല്ല ചേട്ടാ, കഷ്ടമാണ്. അവസാനം വരുന്ന ഒരു മൊമെന്റ് ഉണ്ട്, പ്രേക്ഷകരിൽ ത്രില്ലടിപ്പിക്കുന്ന അടുത്തതുണ്ട്, ഈ സെക്കൻഡ് പാർട്ടിലോട്ട് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ നീ ഓസ്കർ 2 വരുമ്പോൾ അതിനകത്ത് ആ കഥാപാത്രത്തിന്റെ വേറൊരു മുഖം കാണാറുണ്ട്. അവന്റെ ഡിസ്കഷൻ വന്നിട്ടുണ്ടോ? ഇല്ല, ഇത് ചെയ്യണ സമയത്ത് ഈ പടം വർക്കായ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അപ്പൊ അതില് നീ ആയിരിക്കും വില്ലെന്ന് അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. മനസ്സിലാവല്ലോ ലാസ്റ്റ് ക്ലൈമാക്സിൽ. അല്ല, അത് ചിലപ്പോ ഞാൻ അല്ലെങ്കിൽ അതാണ് ഇപ്പം എഴുതിയൊക്കെ വരുമ്പോ പറഞ്ഞു വേണ്ട വേറെ ആളാക്കാൻ നടക്കിടയില്ലേ. അപ്പൊ പടം ഹിറ്റായപ്പോഴേക്കും ഞാൻ വിളിച്ചു, ചേട്ടാ സെക്കൻഡ് പാർട്ട് എപ്പോഴാന്നൊക്കെ ചോദിച്ചു. ഉണ്ടാവും, ഇപ്പൊ പറയാം. അപ്പോഴേക്കും ആടിന്റെ പരിപാടി ഓണായതപ്പോ ഉണ്ടാവുമായിരിക്കും. എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഷൂട്ട് ഉണ്ടായുള്ളൂ. അത് ഒരു വൈകുന്നേരം പോയിട്ട് രാത്രി 1:30 തീർന്നു. ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും റിസർച്ച് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ചെയ്ത ഒരു ക്യാരക്ടർ ഹോസ്റ്റലറിന്റെ ക്യാരക്ടർ. കാരണം ഒറ്റ ദിവസം ബാക്കിയെല്ലാവരും 3 ദിവസം 4 ദിവസം പതുക്കെ ട്രാക്കിലാവും. ഡയറക്ടറിന് എന്താ വേണ്ടെന്നുള്ള രീതിയിൽ സമയമില്ല. അപ്പൊ ട്രാക്കിലാകുമ്പോഴേക്കും ഞാൻ ബാക്കപ്പ് ആവും. അപ്പോ കുറച്ചധികം ഒരു 1.5-2 ആഴ്ചത്തോളം ഞാൻ ഇതിനെപ്പറ്റി കുറച്ചധികം പണിയെടുത്തായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ടായിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ സന്തോഷമുണ്ട്. എന്തോ